ഹായ് സ്റ്റുഡൻസ്, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേരിയൻസ് അനാലിസിസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എന്താ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്? ഈ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു വാസ്റ്റ് ഏരിയ ആണ് അല്ലേ. അപ്പോൾ അതിൽ എന്ത് പഠിക്കണം, ഏത് പഠിക്കണം എന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നെറ്റ് എക്സാം പോലൊരു എക്സാമിൽ നിങ്ങൾ പ്രത്യേകമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം. അതല്ല, നമ്മൾ ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാതെയാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻഡ് റിസൾട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പം ഉദ്ദേശിച്ച ആ ഒരു മാർക്കിലേക്ക് വരാനോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഡ്രീമിലേക്ക് എത്തപ്പെടാനോ ഒക്കെ നമ്മൾ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്ന പ്രശ്നങ്ങളും അതാണ്. നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടു, പക്ഷെ റിസൾട്ട് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എക്സാമിനെ, അതിൻ്റെ പാറ്റേണിനെ മനസ്സിലാക്കി പഠിച്ചില്ല എന്നുള്ളതാണ്. നെറ്റ് എക്സാമിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേണിൽ പലപ്പോഴായിട്ട്, അതായത് ഓരോ എക്സാം കഴിയുമ്പോഴും ധാരാളം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പണ്ട് പഠിച്ച ഒരു കാര്യം അതേപോലെ ഇപ്പോൾ പഠിക്കുന്നതുകൊണ്ട് കാര്യമില്ല. അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, അല്ലെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ വരുന്ന മാറ്റം നമ്മൾ നമ്മുടെ കോണ്ടൻറ്റിൽ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് വേണം പഠിക്കാൻ. നിങ്ങൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു നോട്ട്സ് ഉണ്ടാക്കി വെച്ചു, അതേ നോട്ട്സ് വെച്ച് എപ്പോഴും പഠിക്കുക എന്ന് പറയുന്നത് നെറ്റ് എക്സാം പോലൊരു എക്സാമിന് ഒട്ടും നല്ലതായിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ടിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളല്ല ഇതൊന്നും എന്നുള്ളതാണ്. സോ ആദ്യമായി ഒരു ടോപ്പിക്കിനെ മനസ്സിലാക്കുക, ഇവിടെ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഈ വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിക് മീനിങ് നമുക്ക് അറിയാതിരിക്കണം, ഏതൊക്കെയാണ് അതിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് അറിയാതിരിക്കണം, ആ ഓരോ വേരിയൻസിൻ്റെയും ഇക്വേഷൻസ് വളരെ കൃത്യമായിട്ട് അറിയണം. ഇതിൽ എല്ലാ ടൈപ്പിൽ നിന്നൊന്നും അല്ലെങ്കിലും ചില വേരിയൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലം ഏരിയാസും പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ദ റീസൺ ഫോർ വേരിയേഷൻ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടാകുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരു ടോപ്പിക്കിനെ മനസ്സിലാക്കി അതിൽ നിന്ന് എന്താ വരുന്നതെന്ന് അറിഞ്ഞ് വേണം നമ്മൾ പഠിക്കാൻ. സോ അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് ആപ്പിൾ ബി അക്കാഡമി. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സും പറഞ്ഞു തരുന്നത്. എക്സാമിനോടൊപ്പം, അതായത് അപ്ഡേറ്റഡ് ആയി പോകുന്ന ക്വസ്റ്റ്യൻസിനോടൊപ്പം അതേ മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ പാറ്റേണിലും അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിലും നമ്മൾ പഠിക്കുന്ന കോണ്ടൻറ്റിലും വരുത്തി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ അപ്ഡേറ്റഡ് ആയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് എക്സാമിനെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന ഒരു എൻറ്റയർ ടോപ്പിക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ എടുത്ത് തീർക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. സോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൾ ബി അക്കാഡമിയുടെ LMS പ്ലാറ്റ്ഫോമിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അവിടെ കൃത്യമായിട്ടുള്ളൊരു പ്രീ റെക്കോർഡഡ് വീഡിയോസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ മനസ്സിലാക്കാനും എങ്ങനെയൊക്കെ ചോദിക്കുന്നു, എങ്ങനെ അത് സോൾവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയും, അതേപോലെ തന്നെ ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതെല്ലാം അവൈലബിൾ ആക്കുന്ന ഒരു LMS പ്ലാറ്റ്ഫോമാണ് ആപ്പിൾ ബി അക്കാഡമി നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ നിങ്ങളുടെ പഠനം കുറച്ചുകൂടി ഈസി ആക്കുക എന്നുള്ളത് തന്നെയാണ് ആപ്പിൾ ബി അക്കാഡമിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ കണ്ട ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് നമ്മൾ ഇന്ന് എടുക്കുന്ന ആ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതുമായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുക. സോ ഈ ടോപ്പിക്കിൽ നിന്ന് ഡിസംബർ 2020 ആൻഡ് ജൂൺ 2021 മേർജ് സൈക്കിളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ ബി ദ റീസൺസ് ഫോർ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. അപ്പോൾ നമ്മളോട് ഇവിടെ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൽ വന്നിരിക്കുന്ന വേരിയേഷനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ആൻഡ് ഇവിടെ ഒരു കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻസ് നമുക്കുണ്ട് എന്നുള്ളതാണ്. സോ ഇത് ആൻസർ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് വേരിയൻസ്, അല്ലെങ്കിൽ എന്താണ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. സോ വൺസ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഏത് വേരിയൻസിൽ നിന്നും നമ്മളോട് ചോദിക്കാം. അതല്ലാതെ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമല്ല നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എങ്ങനെ ആൻസറിലേക്ക് വരാം എന്നുള്ളതാണ്. ഇതേ ഒരു തിയറി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ബേസിക് ഫോമാറ്റ് തരികയാണ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പഠിക്കുക എന്നുള്ളൊരു ഗൈഡ് ലൈന് തരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ,
എനിവേ ലെറ്റ്സ് സീ എന്താണ് വേരിയൻസ് അനാലിസിസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കമ്പനിയുടെ അവരുടെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് ലൈക്ക് മെറ്റീരിയൽ, ലേബർ അല്ലെങ്കിൽ മറ്റ് എക്സ്പെൻസസുകൾ ഇതിനെല്ലാം രണ്ട് രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഓക്കെ, ഇനി ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാണ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ്, ഒരു ഇത്ര യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടിന് വേണ്ടി നമുക്ക് വേണ്ടുന്ന സ്റ്റാൻഡേർഡ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 1000 കിലോ ആണ് എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതിൽ നിന്ന് മാറ്റം വരിക, ചിലപ്പോൾ അത് 1200 ആയിപ്പോയി, അല്ലെങ്കിൽ ചിലപ്പോൾ അത് 850 ആയി. ഈ രണ്ട് സിറ്റുവേഷനിലും വേരിയേഷൻ വന്നു. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റാൻഡേർഡിൽ നിന്ന് അതിന് ചേഞ്ച് വന്നു. ആ ചേഞ്ചിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ എന്തുകൊണ്ട് എങ്ങനെ എന്ന് പഠിക്കുന്നതാണ് വേരിയൻസ് അനാലിസിസ്. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇപ്പോൾ നമുക്കാണെങ്കിൽ നമ്മുടെ എക്സാം കഴിയുന്നു, നമ്മുടെ UGC നെറ്റ് എക്സാം കഴിയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് കിട്ടും. നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ ആ റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം, എന്നിട്ട് ചെക്ക് ചെയ്യണം ഓരോ യൂണിറ്റിൽ നിന്നും എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര സ്കോറാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നോക്കണം എന്ന് പറയുന്നു. ഇതിൻ്റെ കാരണം നമുക്കൊരു സ്റ്റാൻഡേർഡ് ലെവൽ അതിൽ നിന്ന് എത്താൻ പറ്റിയോ, ഇനി അതല്ല നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കുറഞ്ഞു പോയി, അപ്പോൾ അത് കുറഞ്ഞു എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴാണ് ഇനി അത് എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ വേരിയൻസ് അനാലിസിസിലും ചെയ്യുന്നതെന്നുള്ള. അതല്ല നിങ്ങളൊരു എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഐഡിയയും അതേ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് വെച്ചൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഐഡിയയും തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എക്സാം എഴുതുമ്പോൾ ഇപ്പോൾ അടുപ്പിച്ച് 2 ഇൻകം ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ വന്നു, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും ഇൻകം ടാക്സിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. എല്ലാം വളരെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടാണ് എല്ലാ യൂണിറ്റിൽ നിന്നും ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ ആ എക്സാമിൻ്റെ ആ ഒരു സ്പേസിലിരുന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്നതും അല്ലെങ്കിൽ അപ്പം നമ്മുടെ ചിന്താഗതികളൊക്കെ തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മളത് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും നമ്മളതിൻ്റെ ഓരോ യൂണിറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് അറിയുകയും വേണം. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അതിനെ അനലൈസ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കാം. Okay, so it's a difference, it's a procedure of computing the differences between standard cost and actual cost and recognizing the causes of this difference. അപ്പോൾ ആ ഡിഫറൻസിനെ മനസ്സിലാക്കുക, അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് വേരിയൻസ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So the deviation of actual cost or profit or sales from standard cost or profit or sales is known as variance. വേരിയൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേരിയേഷൻ സംഭവിക്കുന്നത് എപ്പോഴും നെഗറ്റീവ് ആണോ? അല്ല, ഇറ്റ് ക്യാൻ ബി ഓൾസോ പോസിറ്റീവ്. അത് പോസിറ്റീവ് വേരിയേഷൻസ് ആകാം. അപ്പോൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? സിമ്പിൾ ബേസിക് മീനിങ് ആണ്. എക്സ്പെൻസ്, ഇപ്പം ഞാനൊരു 10,000 രൂപയുടെ എക്സ്പെൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു, 12,000 രൂപയുടെ എക്സ്പെൻസ് ഉണ്ടായി. ദർ ഇസ് എ വേരിയൻസ് ദാറ്റ് ഇസ് അൺഫേവറബിൾ അല്ലേ? എക്സ്പെൻസ് കൂടുന്നത് നമുക്ക് നല്ലതാണോ? ഒരിക്കലുമല്ല. അതേസമയം ഞാനൊരു 50,000 രൂപ പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചു, എനിക്ക് 55,000 രൂപ കിട്ടി. ഇവിടെയും വേരിയേഷൻ ഉണ്ട്, ബട്ട് ദാറ്റ് ഇസ് favorable. Okay, let's see. When actual cost is less than standard cost, അപ്പോൾ ശരിക്കും നമുക്കായ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്തതിനേക്കാൾ കുറവാണ്. അത് നല്ലതല്ലേ? 10,000 രൂപ എനിക്ക് ചിലവാകുമെന്ന് വിചാരിച്ചു, 8,000 രൂപയെ ചിലവായുള്ളൂ. So that is favorable. Or if actual profit is more than standard profit, നിങ്ങൾ പ്രതീക്ഷിച്ച പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നു, ദാറ്റ് ഇസ് ഓൾസോ ഫേവറബിൾ. ആൻഡ് നേരെ തിരിച്ച് സംഭവിക്കുകയാണെങ്കിലോ ആക്ച്വൽ കോസ്റ്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റിലും കൂടിപ്പോയി, നിങ്ങൾ 10,000 രൂപ ഫിക്സ് ചെയ്തു, 11,000 രൂപയായി നിങ്ങളുടെ കോസ്റ്റിങ്ങൾ, ദാറ്റ് ഇസ് അൺഫേവറബിൾ. അതുപോലെ തന്നെ പ്രോഫിറ്റ് നിങ്ങളൊരു 10,000 രൂപ കിട്ടുമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് 8,000 രൂപയെ കിട്ടിയുള്ളൂ, ദാറ്റ് ഇസ് ഓൾസോ അൺഫേവറബിൾ. നമുക്ക് വളരെ ബേസിക്കലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് ആണ് അല്ലേ ഈ ഫേവറബിൾ അൺഫേവറബിൾ ഡിഫറൻസ്. നൗ വെൻ യു ആർ കമ്മിങ് ടു ദിസ് ടൈപ്പ്, ഈ ടൈപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് 4 തരത്തിലുള്ള വേരിയൻസുകളാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ വേരിയൻസ്, ഡയറക്റ്റ് ലേബർ വേരിയൻസ്, ഓവർഹെഡ് വേരിയൻസ് ആൻഡ് സെയിൽസ് വേരിയൻസ്. ഇതിൽ പലപ്പോഴും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് മെറ്റീരിയൽ വേരിയൻസിൽ നിന്നും ഓവർഹെഡ് വേരിയൻസിൽ നിന്നും ഒക്കെയാണ്. അതുപോലെ ഇക്വേഷൻസ് നിങ്ങൾക്ക് ഇതിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അതായത് ഒരു 2016-17 കാലഘട്ടത്തിലൊക്കെ സെയിൽസ് വേരിയൻസിൻ്റെ ചോദിച്ചിട്ടുണ്ട്, ദെൻ മെറ്റീരിയൽ വേരിയൻസിൻ്റെ ചോദിച്ചിട്ടുണ്ട്, ലേബർ വേരിയൻസിൻ്റെ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് എല്ലാത്തിൻ്റെയും ഇക്വേഷൻ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ പ്രോബ്ലംസ് വരുമ്പോൾ കുറച്ചുകൂടെ പ്രാധാന്യം നമുക്ക് ഈ 3 പേർക്ക് കൊടുക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാനൊരു ബേസിക് ക്ലാസിഫിക്കേഷനാണ് നിങ്ങൾക്ക് ഈ ഒരു ചാർട്ടിൽ തന്നിരിക്കുന്നത്. സോ ഈ ചാർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടോട്ടൽ കോസ്റ്റ് വേരിയൻസിനെ പൊതുവെ നമ്മൾ ഈ സെയിൽസ് എന്ന് പറയുന്ന മറ്റൊരു ഹെഡായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. പൊതുവെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ 3 ഹെഡുകളാണ്: മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർ ഹെഡ് കോസ്റ്റ്. മെറ്റീരിയൽ കോസ്റ്റിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസിനെ വീണ്ടും നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്.
ലേബർ കോസ്റ്റ് വേരിയൻസിലേക്ക് വരുമ്പോൾ ലേബർ കോസ്റ്റ് വേരിയൻസിനെ ലേബർ റേറ്റ് വേരിയൻസ് എന്നും ലേബർ എഫിഷ്യൻസി വേരിയൻസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. എഫിഷ്യൻസിനെ വീണ്ടും മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. മിക്സ് വേരിയൻസ്, ഐഡിൽ ടൈം വേരിയൻസ്, ലേബർ ഈൽഡ് വേരിയൻസ്. ആൻഡ് ഫൈനലി ടു ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസിൽ നമുക്ക് രണ്ടായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസും ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസും. ഇതിൽ വേരിയബിൾ ഓവർഹെഡ് കോസ്റ്റ് വേരിയൻസിനെ വീണ്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. എക്സ്പെൻഡിച്ചർ ഓർ ബഡ്ജറ്റ് വേരിയൻസ്, എഫിഷ്യൻസി വേരിയൻസ്. ആൻഡ് ഫിക്സഡ് ഓവർഹെഡിനെ നമ്മൾ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ബഡ്ജറ്റ് വേരിയൻസ് എന്നും വോളിയം വേരിയൻസ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ വോളിയം വേരിയൻസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. എഫിഷ്യൻസി വേരിയൻസ്, കപ്പാസിറ്റി വേരിയൻസ് ആൻഡ് കാലണ്ടർ വേരിയൻസ്. സോ ബേസിക്കലി ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് ഇതിൽ ഫസ്റ്റ് വേരിയൻസിലേക്ക് വരാം, വിച്ച് ഇസ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്. എന്താ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്? ഇവിടെ എന്താ നമ്മൾ പഠിക്കുന്നത്? മെറ്റീരിയലിന്റെ കോസ്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ പഠിക്കുന്നത്. ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ അലൗഡ് ഫോർ ഔട്ട്പുട്ട് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. അതായത് ശരിക്കും നിങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഔട്ട്പുട്ടിന് എത്രത്തോളം കോസ്റ്റ് ആകും എന്നാണോ നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചത്, ആൻഡ് ശരിക്കും അത് എത്രയാണ് ആയത്. ഇത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ഈ കോസ്റ്റ് വേരിയൻസിൽ ഡിഫറൻസ് ഉണ്ടാക്കാവുന്ന രണ്ട് ആൾക്കാർ ആരൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ കോസ്റ്റ് വേരിയൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. അതായത് ബേസിക്കലി ഈ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ ഡിഫറൻസ് ഉണ്ടാകാനുള്ള രണ്ട് കാരണം, ഒന്ന് മെറ്റീരിയലിന്റെ പ്രൈസിൽ വന്ന ചേഞ്ചും നിങ്ങൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റിയിൽ വരുന്ന വ്യത്യാസവും. ഇത് രണ്ടുമാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ ഡിഫറൻസ് വരുത്താനായിട്ട് സാധിക്കുന്ന എലമെന്റ്സ്. പ്രൈസ് കൂടുകയോ കുറയോ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി കൂടുകയോ കുറയോ ചെയ്താൽ ഉറപ്പായിട്ടും അവിടെ എന്ത് സംഭവിക്കും? വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, സോ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിനെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം, പ്രൈസ് വേരിയൻസ് എന്നും യൂസേജ് വേരിയൻസ് എന്നും. ഇനി മറ്റൊരു പേരുകൂടെ ഉണ്ട്, മെറ്റീരിയൽ ക്വാണ്ടിറ്റി വേരിയൻസ്. ആൻഡ് ക്വാണ്ടിറ്റി വേരിയൻസ് നമ്മൾ വീണ്ടും രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത് മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ആൻഡ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. ഇവിടെ നമ്മൾ ഓരോന്നിൻ്റെ, ഇപ്പം ഞാൻ ഒരു വേരിയൻസ് നിങ്ങളെ പറഞ്ഞു കാണിക്കും എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇതുപോലെ മറ്റുള്ള വേരിയൻസ് കൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക. AppleBee അക്കാഡമിയുടെ LMS പ്ലാറ്റ്ഫോമിൽ ഇതെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ബേസിക് ഗൈഡ് ലൈൻസ് തരികയാണ് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിൽ നമുക്ക് ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ ക്ലാസിഫിക്കേഷൻസിനെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം? മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് കിട്ടുന്നുണ്ടെന്ന് അറിയാം. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് പ്ലസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ദാറ്റ്സ് എ ഫസ്റ്റ് ഇക്വേഷൻ. അതല്ലാതെയുള്ള ഇക്വേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ്. അതായത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റും മെറ്റീരിയലായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്കായ ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ്, സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ ഇതിൽ ഓരോ വേരിയൻസിലേക്കും വരുവാണ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കിയേ, ആക്ച്വൽ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. സോ പ്രൈസ് വേരിയൻസ് ചോദിക്കുമ്പോൾ നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ എപ്പോഴും കാണിക്കേണ്ടത് പ്രൈസിന്റെ ഡിഫറൻസ് ആണ്. ഓക്കെ, ആൻഡ് എപ്പോഴും സ്റ്റാൻഡേർഡിലും കുറഞ്ഞ ആക്ച്വലി നിൽക്കുന്നതല്ലേ നമുക്ക് നല്ലത് അല്ലേ? കാരണം അത് ചിലവ് നമ്മൾ വിചാരിച്ചാലും കുറയുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് എപ്പോഴും സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ എന്നേ വരുള്ളൂ. ആൻഡ് പ്രൈസ് വേരിയൻസ് ആകുമ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ വരേണ്ടത് പ്രൈസിന്റെ ഡിഫറൻസ് ആണ്. സോ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്, ആൻഡ് അത് എന്തുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ആക്ച്വൽ ക്വാണ്ടിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ യൂസേജ് വേരിയൻസിലേക്ക് വരാം. ഇവിടുത്തെ ഇക്വേഷൻ എന്താ? ക്വാണ്ടിറ്റി ആണ് വേരിയൻസ്. സോ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് വരണം? സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി, ആൻഡ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന എന്തുമായിട്ടാണ്? സ്റ്റാൻഡേർഡ് പ്രൈസുമായിട്ടാണ്. ഓക്കെ, ദെൻ ഈ ക്വാണ്ടിറ്റി വേരിയൻസിനെ വീണ്ടും രണ്ടായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടില്ലേ? മെറ്റീരിയൽ മിക്സ് എന്നും മെറ്റീരിയൽ ഈൽഡ് എന്നും. മെറ്റീരിയൽ മിക്സ് വേരിയൻസിന്റെ ഇക്വേഷൻ നോക്കിക്കേ, ടോട്ടൽ വെയിറ്റ് ഓഫ് ആക്ച്വൽ മിക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് മൾട്ടിപ്ലൈഡ് ബൈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ മിക്സ്. ഇത് ഈ ഒരു എന്താ പറയുക, ഇക്വേഷൻ കാണുന്നതിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും അല്ല. നമ്മളിതിൻ്റെ ഒത്തിരി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ LMSൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നുള്ള ബേസിക് ഇക്വേഷൻ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ആൻഡ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്, മറ്റൊരു പേരുകൂടി നോട്ട് ചെയ്ത് വെച്ചോണേ, മെറ്റീരിയൽ സബ് യൂസേജ് വേരിയൻസ്. ഇവിടെ നമ്മൾ ആക്ച്വൽ ഈൽഡ് മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ് വന്ന്? ഈൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ടാണ്, അത് കൂടി നിൽക്കുന്നതല്ലേ നമുക്ക് എപ്പോഴും നല്ലത്. അതുകൊണ്ടാണ് ആക്ച്വൽ മൈനസ് സ്റ്റാൻഡേർഡ് ഈൽഡ് വരുന്നത്. യു ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് വിത്ത് സ്റ്റാൻഡേർഡ് റേറ്റ്. സ്റ്റാൻഡേർഡ് റേറ്റ് കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. എന്തെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ടാണ് നെറ്റ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് കണ്ടുപിടിക്കാം. നമ്മളോട് ഒരു എക്സാമിന് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് മാത്രം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റൻ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് കേട്ടോ.
ആൻഡ് നമുക്ക് വീണ്ടും തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മേ ബി ദ റീസൺ ഫോർ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്? എന്താണ് മെറ്റീരിയൽ യൂസേജ് വിച്ച് മീൻസ് അബൌട്ട് ദ ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻസ് വരാനുള്ള കാരണം? ഇത് നമുക്ക് വളരെ ഡയറക്റ്റ്ലി നമുക്ക് അവിടെ പോയിന്റുകൾ ഡിസ്കസ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ അതല്ല, നമ്മൾ ഓരോ പോയിന്റ്സുകൾ വായിച്ച് നമ്മൾ അതിനെ കണക്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, നെഗ്ലിജൻസ് ഇൻ ദ യൂസേജ് ഓഫ് മെറ്റീരിയൽ. നമ്മൾ വളരെ കെയർലെസ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ആ മെറ്റീരിയൽ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഒക്കെ ചിലപ്പോൾ നഷ്ടമായി പോകാനോ ഡാമേജ് ആയി പോകാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടല്ല ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ 100 യൂണിറ്റ് ഉപയോഗിക്കേണ്ടടുത്ത് നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ 110 യൂണിറ്റ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം. സോ നെഗ്ലിജൻസ് ഉറപ്പായിട്ടും യൂസേജ് വേരിയൻസിനൊരു കാരണമാകാം എന്നുള്ളതാണ്. സോ ഉറപ്പായിട്ടും നമുക്ക് പറയാം നമ്മുടെ ഓപ്ഷനിൽ, കറക്റ്റ് ഓപ്ഷനിൽ എ ഉണ്ടായിരിക്കണം എന്നുള്ളത്. സോ ദാറ്റ് ഇവിടെ നിങ്ങൾക്ക് ഒരൊറ്റ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം. കാരണം ബാക്കി എല്ലാ ഓപ്ഷൻസിലും എ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്തു. നൗ എ, സി ഓർ ഡി എന്നുള്ള ആൻസറിലേക്ക് നമ്മളെത്തി. നമ്മൾ വീണ്ടും നമ്മുടെ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരാം. ചേഞ്ചസ് ഇൻ ബേസിക് പ്രൈസസ് ഓഫ് മെറ്റീരിയൽ. പ്രൈസിൽ വ്യത്യാസം വന്ന ക്വാണ്ടിറ്റിയിൽ എഫക്റ്റ് ചെയ്യുമോ? വരുമോ? ഇല്ല. പ്രൈസിൽ വേരിയൻസ് വന്നാൽ അത് ക്വാണ്ടിറ്റീനെ അഫക്റ്റ് ചെയ്യത്തില്ല. പ്രൈസിൽ വേരിയൻസ് വരുമ്പോൾ അത് അഫക്റ്റ് ചെയ്യുന്ന എന്തിനെയാണ്? പ്രൈസ് വേരിയൻസിനെയാണ് കേട്ടോ. സോ ഉറപ്പായിട്ടും ബി വരാൻ പാടില്ല. സോ നമ്മുടെ ഓപ്ഷൻ എങ്ങനെയായിരിക്കണം? ബി ഉള്ള ഓപ്ഷൻസ് നമുക്കിനി എലിമിനേറ്റ് ചെയ്ത് കളയാം. സോ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ഡി നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്യുന്നു. സി, നമ്മൾ ഇവിടെ ഉള്ള ഇത്രയും സ്റ്റേറ്റ്മെൻറ്റിൽ 2 പോയിന്റ് വായിച്ചിട്ട് നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തി. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എപ്പോഴും കോമ്പിനേഷൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. അതല്ല, നിങ്ങളിത് വായിച്ചു, നിങ്ങൾക്ക് ശരിയും തോന്നുന്നത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചു, ആൻഡ് ഫൈനലി ചിലപ്പോൾ നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ മേ ബി കാണത്തില്ല. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാവും, നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റ് വായിക്കേണ്ട സമയം വരെ നമ്മൾ ആക്ച്വലി സേവ് ചെയ്തു എന്ന് പറഞ്ഞ് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കണ്ടെന്നല്ല, അത് നോക്കണം. പക്ഷെ നമുക്കത് ഇപ്പം നമുക്കൊരു ഐഡിയ കിട്ടിക്കഴിയുമ്പോൾ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എനിവേ, നമ്മളിപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമ്മൾക്ക് പറയാം ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടി നോക്കേണ്ടതുണ്ട്. പുവർ ഓർ ഇംപ്രോപ്പർ മെഷീൻ ഹാൻഡ്ലിംഗ്. മെഷീൻ പ്രോപ്പറായിട്ടല്ല ഹാൻഡിൽ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഈ മെറ്റീരിയൽസ് അതിലേക്ക് ഇടുമ്പോൾ അവിടെയും നമുക്ക് മെറ്റീരിയൽ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ അത് ഡാമേജ് ചെയ്യപ്പെടാനോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. സോ സിയും ഉറപ്പായിട്ടും വരണം. വേസ്റ്റേജ് ഡ്യൂ ടു ഇൻഎഫിഷ്യൻറ്റ് പ്രൊഡക്ഷൻ മെത്തേഡ്. യെസ്, പ്രൊഡക്ഷൻ മെത്തേഡ് നല്ലതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എഫിഷ്യൻസി എവിടെ ഇല്ലെങ്കിൽ വീണ്ടും ഈ പറയുന്ന മെറ്റീരിയൽ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസസ് ഉണ്ടാകാം എന്നുള്ളതാണ്. ചേഞ്ച് ഇൻ പ്രോഡക്റ്റ് ഡിസൈൻ റിക്വയർസ് യൂസേജ് ഫ്രം the standard. Change in product design requiring usage different from the standard. അപ്പോൾ ഇതിൽ വരുന്ന ഡിഫറൻസ് നമ്മളെ അഫക്റ്റ് ചെയ്യുമോ? ഉറപ്പായിട്ടും അല്ലേ. നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈനിലൊരു മാറ്റം വന്നാൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിലും ആ മാറ്റം റിഫ്ലക്റ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. സോ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നെഗ്ലിജൻസ് in the use of material, poor or improper machine handling, wastage due to inefficient production method, and change in product design requiring usage difference. So except B, നമുക്ക് ബാക്കി എല്ലാ ഓപ്ഷൻസും ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കറക്റ്റ് ആൻസർ എ, സി, ഡി, ഇ, ദറ്റ് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ഇതേ ടോപ്പിക്കിൽ നിന്ന് ഈ ജൂൺ 2024 ഷിഫ്റ്റ് 2-ൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇത് കുറച്ചുകൂടി ഈസിയാണ്. ഇപ്പം നമുക്ക് ബേസിക്കലി ഇതിൻ്റെ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ആൻഡ് ദ ക്വസ്റ്റൻ ഇസ് അബൌട്ട് ലേബർ മിക്സ് വേരിയൻസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ഏതിൽ നിന്ന് വേണമെങ്കിലും നമ്മളോട് ഇക്വേഷൻ റിലേറ്റ് ചെയ്ത ക്വസ്റ്റൻ ചോദിക്കാം. ആൻഡ് ഈ കഴിഞ്ഞ ഡിസംബർ 2024 എക്സാമിന് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ആൻഡ് അതിലും വേരിയൻസിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് സൈഡിൽ അതിൻ്റെ ഇക്വേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ എന്താ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നമ്മൾ LMSൽ ഇതിനെ കൃത്യമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.